Good afternoon, sir. ആര്യാവിനു കൊച്ചിന്റെ പേരെന്താണ്? Adik Vinu. Adik Vinu. Adik Vinu, how are you? Where are you? Oh, where are you? Okay. What's that? Okay. Amma പഠിക്കുന്നില്ല? പഠിക്കുന്നു. പഠിക്കുന്നു. Okay. Yes. What's that? Vinida, Sangeeta, Vinisha, Sanisha, Lini, good afternoon. Good afternoon, sir. Yes, okay. Good afternoon, sir. ആരെയും കണ്ടില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് Good afternoon, sir. Yes, Sangeeta, good afternoon. Sir, പക്ഷേ ഭയങ്കര വിഷമായി സാറിന് മാത്രം പറ്റിയില്ല. സാറിന് മാത്രം കാണാൻ പറ്റിയില്ല. ബാക്കി എല്ലാ ടീച്ചേഴ്സിനെ എല്ലാവരും കണ്ടു. സാറിന് മാത്രം കാണാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നോ പ്രോബ്ലം. എനിക്ക് സത്യം ഒരു മിനിറ്റ്, ഞാൻ ഡോറടച്ചിട്ട്. എന്റെ കുഴപ്പമെന്ന് അറിയാം, ഞാൻ അതില് പോയി. പക്ഷേ എനിക്ക് നിങ്ങളുടെ ആരുടെയും ഫേസ് അറിയില്ലല്ലോ. ഞാൻ ഈ കാണുന്ന പേരും ബിനീഷ, സംഗീതയുടെ ഈ ഐക്കൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് ആരുടെയും ഫേസ് എന്റെ മനസ്സിലില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്, ആ കുട്ടികൾ ജോബ് സാറ് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആരുടെയും ഫേസ് അറിയില്ല. യെസ്. അപ്പൊ ഞാനത് അങ്ങോട്ട് പോയി. ഇനി അല്ലെങ്കിൽ ഞാൻ വന്നേനില്ലേ, പിന്നെ നിങ്ങൾ അവിടെ ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. യെസ്, അതാണ് പറ്റിയത് കേട്ടോ, അല്ലാണ്ട് പലപ്പോഴും അല്ല. യെസ്, ഓക്കെ. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഉച്ചയ്ക്ക് ഞാൻ വന്നു. അപ്പൊ എന്നോട് നമ്മുടെ ടീച്ചർ പറഞ്ഞു, സാറ് കിടക്കുമല്ലോ. അപ്പൊ അവിടുത്തെ കോൺവെക്കേഷൻ കഴിഞ്ഞപ്പോ ഞാൻ വന്നു കഴിയുമ്പോൾ കുറച്ചു പേര് ഊണ് കഴിക്കുന്നുണ്ട് അവിടെ. പക്ഷെ ആരും ചിരിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണാവോ, ഇന്ന് പിന്നെ പോവാം, തിരിച്ചു പോവാം. ബൈക്ക് കൊടുത്ത് ഞാൻ തിരിച്ചു പോയി. ഇതാണ് സംഭവിച്ചത്, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് നിങ്ങളുടെ ആരുടെയും ഫേസ് അറിയില്ല, അതാണ് സംഭവം. ഓക്കെ ലിനി, ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. അപ്പൊ സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് ജസ്റ്റ് ഒരു ബൈക്ക് പാസ് ചെയ്യുന്ന കണ്ടു. ഞാനും സോയും അനുമോളൊക്കെ പറഞ്ഞേ സാറ് ഇതേ പാസ്സായി തോന്നുന്നു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇല്ല, അത് തോന്നിയതോ വേറെയോ, സാറാണ് ഇങ്ങോട്ട് വരില്ലേന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അത് എന്ത് പറ്റിയെന്ന് വെച്ചാല്, അത് ശരിക്കും ഉണ്ടാവേണ്ട ടീച്ചറിന്റെ പള്ളിയിൽ നിന്ന് തിരിഞ്ഞാണ്. അപ്പൊ വീട്ടിൽ അമ്പ് വരും. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ വിളിച്ച സാറേ, എന്തായാലും സാറ് വന്നേക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. യെസ്. അപ്പൊ ആ ടീച്ചറ് ഇതായതുകൊണ്ട് ഞാൻ എന്തായാലും വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 18ാമത്തെ ബാച്ച് 18, അത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പിള്ളേർ തന്നെയാണ്. യെസ്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട, നമുക്ക് കോൺവെക്കേഷൻ വരുമ്പോ കാണാൻ ഇനി ഡോണ്ട് വറി. യെസ്, പോരെ? യെസ്, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ. യെസ്. ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇല്ലേ? യെസ്. എന്തിനാ പേടിക്കണേ? യെസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, കാരണം കാര്യങ്ങൾ തീരില്ല. പിന്നെ നമ്മൾ ഇനി 1 മാസം കൂടിയല്ലേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സ്പീഡിൽ. ഓക്കെ. ബിനീഷ, ഹൗ ആർ യു? Fine, sir. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബിനീഷ, സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞത്? പാസ്റ്റ് പറഞ്ഞ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞില്ലേ? രണ്ട് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റും പറഞ്ഞു, സിമ്പിൾ പ്രസന്റും പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്ത ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഹെഡിങ് മൂന്നാമത് സിമ്പിൾ ഫ്യൂച്ചർ, SIMPL, സിമ്പിൾ ഫ്യൂച്ചർ. യെസ്. ഈ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ
സബ്ജക്റ്റ് എഴുതിക്കോ. എസ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല്, വില്ല് ഒരു സ്ലാഷ് വരുക, വില്ലോർ ഷാല് പ്ലസ് വി വെർബ്. ആ വി എന്ന് എഴുതിയിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ പ്രസന്റ് ടെൻസ്, PRESENT പ്രസന്റ് ടെൻസ്. ഓക്കെ, നമുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ് വേണം, വില്ല് അല്ലെങ്കിൽ ഷാല് വേണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വേണം, വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാബിച്വൽ ആക്ഷൻ ആണ്, സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയ സംഭവമാണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാലോ വരാൻ പോകുന്ന സംഭവം, എപ്പോഴെങ്കിലും ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ കംപ്ലീറ്റ് മൈ മോണ്ടിസോറി കോഴ്സ് ഇൻ മാർച്ച് 2026. 2026 മാർച്ചില് ഞാൻ എന്റെ മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഐ വിൽ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഐ ഷാൽ കംപ്ലീറ്റ്. വിൽ അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഒരു വെർബ് ഉപയോഗിക്കും. അപ്പൊ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. യെസ്, ഐ വിൽ ടേക്ക് ബാത്ത്. ഞാൻ കുളിക്കും, കുളിച്ചിട്ടില്ല. യെസ്, ഐ വിൽ ടേക്ക്. ഐ വിൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇപ്പൊ കഴിച്ചിട്ടില്ല, കഴിക്കാറുണ്ടെന്നല്ല, കഴിക്കും ഭാവിയില്. അപ്പൊ ഐ വിൽ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ എന്ന് പറയുന്നത്. കാരണം എന്താണ്, വരാൻ പോകുന്ന സമയം. അപ്പൊ ടുമാറോ പറയാം, നെക്സ്റ്റ് വീക്ക് പറയാം, നെക്സ്റ്റ് മന്ത് പറയാം, നെക്സ്റ്റ് ഇയർ പറയാം, അങ്ങനെയൊക്കെ പറയാം. യെസ്, ആര്യ വിനു. ആര്യയുടെ ജീവിതത്തില് ആര്യ ഭാവിയിൽ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങളൊന്ന് ആലോചിച്ചു. ഓരോരുത്തരും ആലോചിച്ച് വെച്ചോട്ടെ, ഞാൻ ചോദിക്കാം. 2-3 കാര്യങ്ങൾ ആലോചിക്കും ഭാവിയിൽ. ഇപ്പൊ വേണമെങ്കിൽ പറയാം, ഐ വിൽ ഫിനിഷ് മൈ വാഷിംഗ് ബൈ ഈവനിങ്. വൈകുന്നേരത്തോടു കൂടി ആലോചിച്ചു ആര്യ, വൈകുന്നേരത്തോട് ഞാൻ അലക്കന്റെ തീർക്കും, അങ്ങനെ പറയാം. ഐ വിൽ ടീച്ച് മൈ ചിൽഡ്രൻ. എന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കും. സ്കൂളിലായിക്കൂല, ട്യൂഷനായിക്കൂല, ഞാൻ പഠിപ്പിക്കും. ഐ വിൽ ടീച്ച് മൈ ചിൽഡ്രൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ വിൽ ടീച്ച് എ ലെസൺ. ഞാനൊരു പാഠം പഠിപ്പിക്കും. അതൊന്ന് ദേഷ്യത്തിൽ പറയുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. വിൽ അല്ലെങ്കിൽ ഷാല് വേണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. പക്ഷെ അർത്ഥം കിട്ടുന്നത് എന്താണ്, ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ സെക്യൂർ എ ജോബ്. ഞാനൊരു ജോലി ഉറപ്പാക്കും കേട്ടോ. യെസ്, നിങ്ങളുടെ മുടി വളർന്നിരിക്കുകയാണ്, അപ്പൊ നാളെ കട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് പറയാം, ഐ വിൽ കട്ട് മൈ ഹെയർ ടുമാറോ. നാളെ നിങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ വിൽ പ്രിപ്പയർ ബിരിയാണി ടുമാറോ. നാളെ ബിരിയാണി ഉണ്ടാക്കും. യെസ്, അങ്ങനെ ഭാവിയിലേക്കുള്ള എന്ത് നിങ്ങൾക്ക് പറയാം. ഭാവിയിലെ ഫിനിഷ് ചെയ്യാവോ, അങ്ങനെയുള്ള സംഗതി ആയിരിക്കണം. വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ്. ഓക്കെ ആര്യ, നീ പറഞ്ഞു. സർ, ഐ വിൽ ഗോ ടുമോറോ. ഐ വിൽ ഗോ ബാക്കി രീതിയില്ല. ഐ വിൽ ഗോ ടു ദി മാർക്കറ്റ് ടുമോറോ. നാളെ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഐ വിൽ ഗോ ടു മാർക്കറ്റ് ടുമോറോ. നാളെ ഞാൻ മാർക്കറ്റിൽ പോകും. യെസ്, വെരി ഗുഡ്, കറക്റ്റ്. അടുത്തത്. പിന്നെ ഐ വിൽ ഫിനിഷ് മൈ ഹോംവർക്ക് ടുനൈറ്റ്. ടുനൈറ്റ്, ഇന്ന് രാത്രി ഞാൻ എന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യും. വെരി ഗുഡ് ആര്യ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്. ഐ വിൽ ഫിനിഷ് മൈ പ്രോജക്റ്റ് ടുനൈറ്റ്. ടുനൈറ്റ്,
ഒക്കെ ടു നൈറ്റ് വേണ്ട, ഒന്നാണ് നീട്ടി പിടിച്ചോ. ഐ വിൽ ഫിനിഷ് നെക്സ്റ്റ് വീക്ക് കേട്ടോ. അപ്പൊ ഓക്കെ മാറ്റി പിടിച്ചു. അടുത്ത ആഴ്ച ഞാൻ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അല്ലെങ്കിൽ സംഗീതം വിചാരിക്കും നമുക്ക് ഈ ടു നൈറ്റ് മാത്രം അറിയാൻ പാടുള്ളൂ. ശരി, അതല്ല, നമുക്ക് വേറെ സംഗതി നമ്മുടെ കയ്യിലുണ്ടെന്ന് അറിയണ്ടേ. യെസ്, ഓക്കെ. I will buy a new phone soon. ഓവൻ നെക്സ്റ്റ് ഓവൺ അല്ല ഉദ്ദേശിച്ചേ. I will buy a new phone next month. ഓക്കെ ഞാൻ ഫോൺ എന്നുള്ളത് ഓവൺ എന്നാണ് ആദ്യം കേട്ടത്. സോറി. ഐ വിൽ ബൈ എ ന്യൂ ഫോൺ നെക്സ്റ്റ് മന്ത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ആര്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. സംഗീത കയ്യിലിരിക്കുന്ന രണ്ട് മൂന്ന് സ്റ്റോക്ക് പറഞ്ഞ് ഭാവിയിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട്. സംഗീത ആഗ്രഹിച്ചിട്ടുണ്ട് 2-3 കാര്യങ്ങൾ. കേൾക്കുന്നുണ്ടോ സർ? കേൾക്കുന്നുണ്ട്. ഓക്കെ I will go to Mugambika the last month week. Correct ആണോ? ചെറിയൊരു എഡിറ്റ് ചെയ്യണം. എന്താണ് സംഗീത ഉദ്ദേശിച്ചത്? ഞാൻ മൂകാംബിക ഈ മാസം ലാസ്റ്റ് പോവണ്ടെന്ന്. ഈ മാസം ലാസ്റ്റ് പോകണമെന്ന്. ഈ മാസം അപ്പൊ ലാസ്റ്റ് മന്ത് എന്ന് പറഞ്ഞപ്പോഴേ കഴിഞ്ഞ മാസം എന്നായി. അപ്പൊ ലാസ്റ്റ് മന്ത് എന്നുള്ളത് പറഞ്ഞ നെക്സ്റ്റ് മന്ത് എന്നാക്കാം. അടുത്ത് പറഞ്ഞു പറഞ്ഞു ബാക്കി കറക്റ്റ്. ഐ വിൽ ഗോ ടു മൂകാംബിക നെക്സ്റ്റ് മന്ത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ലാസ്റ്റ് വീക്ക് ഓഫ് ദി നെക്സ്റ്റ് മന്ത് പറയാം. അടുത്ത മാസത്തിന്റെ അവസാനത്തെ ആഴ്ച കണ്ടോ, അങ്ങനെ പറയാം. ഓക്കെ, വെരി ഗുഡ്. I will go to hospital with my husband. I will go to hospital with my husband. I will go to hospital with my husband tomorrow. Okay, correct. Okay. I will finish my activity the next month. I will finish my activity the next month. നെക്സ്റ്റ് മന്ത് പറയാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം. വേറെ രീതിയിൽ പറയാം 2 ദിവസത്തിനുള്ളിൽ. അപ്പൊ in 2 days. I will finish my activities in 2 days. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഫിനിഷ് ചെയ്യും. അങ്ങനെ പറയാം. I will finish my work at evening. Okay ആണോ സർ? യെസ്, ഓക്കെ. വൈകുന്നേരം അപ്പൊ ഈ പറയുന്നത് എപ്പോഴാണ്? രാവിലെയാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ്? വൈകുന്നേരം ഫിനിഷ്. അത്ര എഴുതിയിട്ടുള്ളൂ സർ, അത്ര എഴുതിയുള്ളൂ. മെഡിക്കൽ ഐറ്റംസ് അല്ലേ? സാർ ഒരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഐ വില്ല് ഇപ്പൊ ഒരു സ്ഥലത്ത് പോകാന്നുള്ളു. ഇപ്പൊ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് നമുക്ക് ആദ്യം ചേർക്കാൻ പറ്റുമോ? I will go to ആരാണ്? ബിനീഷിനോട് ഞാൻ വേറൊരു സാധനം ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ബിനീഷ് ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞത്. യെസ്, പറഞ്ഞു. I will get up early tomorrow. I will get up early tomorrow. Very good. നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും. Very good, very good, very good. Yes. I will make chicken biryani next day. Oh, I will make chicken biryani next day. Okay. I will go to a movie tomorrow night. Yes, I will go to movie tomorrow night. Very good. I will pass the exam tomorrow. I will pass the exam tomorrow. Yes. I will drink tea tomorrow. I will drink tea tomorrow. I will teach tomorrow. നാളെ ഞാൻ പഠിപ്പിക്കും. Okay. Correct. അതങ്ങനല്ല sir. I will teach my daughter tomorrow. I will teach my daughter tomorrow. Oh, very good, very good. Very good, very good, very good. Yes. I will complete my record next day. Oh, it's correct. I will make a beautiful garden in front of my house next month. Oh, എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. നടക്കട്ടെ വിനീഷ. Yes, winner. Okay. Okay, വിനീഷ. Very good, very good, very good. ഇത് ഞാൻ വിനീഷിനെ കൂടി പറയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വിനീഷയുടെ മനസ്സിൽ ആ വിഷമം നിന്നേനെ. ഓക്കെ,
ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് സിമ്പിൾ ശ്രദ്ധിക്കണേ, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, 3 എണ്ണമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്കൊരു 9 എണ്ണം കൂടി ഉണ്ട്. അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയത്തിന്റെ ഇത് നോക്കിയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പൊ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ 3 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വേറൊരു സംഗതിയിലേക്കാണ്. സനീഷ, കഥയൊക്കെ എഴുതിയോ? പുതിയ കഥ എഴുതിയിട്ടില്ല. യെസ്, ഓക്കെ. അപ്പോ അത് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. ഓക്കെ, സനീഷ ഭർത്താവും പിള്ളേരൊക്കെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. സനീഷ അടുക്കളയിൽ നിന്ന് വരാന്തയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ സനീഷയുടെ ഭർത്താവിനെ വിളിക്കുകയാണ് പുള്ളി. ഭർത്താവിന്റെ പേരെന്താണ്? പ്രശാന്ത്. പ്രശാന്തിനെ വിളിക്കാൻ വേണ്ടി വരും. ഈ വന്ന ആളെ സനീഷയ്ക്ക് അറിയില്ല. പ്രശാന്തിന്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ അറിയാം, പക്ഷെ അപ്പൊ കേൾക്കാൻ ആളെ അറിയില്ല. യെസ്, അപ്പൊ പ്രശാന്തിനെ ഒന്ന് വിളിക്കൂ എന്ന് പറയും. സനീഷ വീടിന്റെ അകത്തേക്ക് വന്നിട്ട് പ്രശാന്തിനോട് പറയണം, നിങ്ങളെ വിളിക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. സനീഷ എന്താ പറയുന്നത് ഭർത്താവിനോട്? നിങ്ങളെ വിളിക്കുന്നു. കാരണം വന്നാണ് സനീഷയ്ക്ക് അറിയില്ല. സനീഷ എങ്ങനെ പറയും? നിങ്ങളെ വിളിക്കുന്നു. ഓരോരുത്തരും ആലോചിച്ച് വെച്ചോ. ഒരു സെന്റൻസിലേ ഉള്ളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അകത്തേക്ക് വന്നിട്ട് പറയണം, നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ വിളിക്കുന്നു എന്നല്ല, നിങ്ങളെ വിളിക്കുന്നു. കാരണം പ്രശാന്തിനെ എന്നെ വിളിക്കുന്നു, പ്രശാന്ത് ആരെയും വിളിക്കുന്നില്ല കേട്ടോ, പ്രശാന്തിനെ വിളിക്കുന്നു എന്നാണ്. ആ പ്രശാന്ത് എന്നുള്ള പേര് വേണ്ട ഉണ്ട്. താങ്കളെ എന്നുള്ളതിന് യു തന്നെ പറഞ്ഞാൽ മതി. വിളിക്കാന്നുള്ളതിന് കോൾ. ഈ ബാക്കി സനീഷയുടെ ഇഷ്ടമാണ്. സനീഷ ഒന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ലിലിയുടെ അഭിപ്രായം എന്താണ്? ലിലി തോമസ്. ആ പറഞ്ഞോളൂ ജിന്നു. ജിന്നുന് എന്ത് കിട്ടി? മോനെ ഇത് ബഹളം. ഞാൻ പറയട്ടെ സർ? ആ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. Someone is calling you. Somebody is calling you. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ 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 ഓക്കെ. ഇംഗ്ലീഷ് അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. സനീഷയ്ക്ക് എന്ത് കിട്ടി? Someone is calling you. Somebody is calling you. Someone. Okay, 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 okay. സാർ ഞാനൊന്ന് പറയട്ടെ? ഓക്കെ. ഒന്നുകൂടെ ചോദിക്കാം. സംഗീത പറയൂ. Someone calling for you. Someone calling for you. ഹൈറനീസ് എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറയട്ടെ സംഗീത. ഓക്കെ സാർ. ഹൈറനീസ് എന്താ പറയാൻ ഉദ്ദേശിച്ചത്? എനിക്ക് ക്ലിയർ ആയില്ല. യെസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല സാർ. ആയില്ല. ഓക്കെ ഓക്കെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും? സാർ അതിന് മലയാളം ഒന്ന് പറയോ? സാർ അതിന്റെ മലയാളം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ ആ, നിന്നെ വിളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്നു. അതെ. ഓക്കെ, അരി അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. യെസ്. എന്തോ? കോളിംഗ് യു, നിങ്ങളെ വിളിക്കുന്നു. യെസ്, കോളിംഗ് യു. ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ. നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് പേര് കാര്യത്തിൽ പോയിട്ടുണ്ട്. അപ്പോ സനീഷ പറഞ്ഞപ്പോഴും റാസ്മിനെ പറഞ്ഞപ്പോഴും സംബടി, ആരോ നിങ്ങളെ വിളിക്കുന്നു. അതാണ് സംബടി ചേർത്ത്. നമ്മൾ ആരോ എന്നല്ല, നിങ്ങളെ വിളിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് അവിടെയാണ് വേറൊരു രീതി നമുക്ക് ഇംഗ്ലീഷിൽ അറിയേണ്ടത്. യെസ്, അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. യെസ്, അപ്പൊ നമുക്ക് ഒന്നുകൂടെയൊക്കെ മെച്ചപ്പെടാനുണ്ട് അല്ലേ? നിങ്ങളെ വിളിക്കുന്നു എന്ന് നമുക്ക് പോലും പറഞ്ഞിട്ട് ശരിയായിട്ടില്ല.
അത് കുഴപ്പമില്ല, ടീച്ചറായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പഠിക്കാമല്ലോ. ആ ഓക്കെ 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 പഠിക്കുന്നത്. യെസ്, Sir, നമ്മുടെ പറഞ്ഞോളൂ. that person is calling you അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നേരത്തെ somebody എന്നുള്ളതിന് പകരം ലിനി അവിടെ that person is calling you. സാർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? somebody has calling you ആണ്. അല്ല, ഓക്കെ ഓക്കെ, യെസ്, ഞാൻ വരാം, ഇതെന്തോട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ, ലിനി പറഞ്ഞത് കറക്റ്റ് ആവും. കാരണം വെച്ചാല് അവിടെ ഇന്ന് നോക്കുമ്പോ ലിനിയുടെ ഭർത്താവ് ഇയാളെ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ പറയാം അയാൾ വിളിക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ ലിനിയുടെ ഭർത്താവ് ഇയാളെ കണ്ടിട്ടില്ല, കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദമേ കേട്ടിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ ഇവിടെ നോക്കാം. അതിന് ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസീവ് വോയിസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. പാസീവ് വോയിസ്. രാമൻ പാമ്പിനെ കൊന്നു, രാമൻ പാമ്പിനെ കൊന്നു എന്ന വാചകം ഒന്ന് തിരിച്ച് എന്നോട് ഇങ്ങനെ പറയണം. ആര് പറയണം? മേരി ദൃശ്യ പറയണം. രാമൻ പാമ്പിനെ കൊന്നു മേരി ദൃശ്യ എന്നോട് പറയണം. ഇത് ഐഡിയലുമല്ല. പക്ഷെ മേരി ദൃശ്യ പറയുന്ന വാചകത്തില് ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരിക്കും. പാമ്പ് എന്ന് തുടങ്ങി ഇതേ ആശയം, അതായത് രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറയുന്ന സംഗതി മേരി ദൃശ്യ എന്നോട് തിരിച്ചു പറയുന്നു. പക്ഷെ മേരി ദൃശ്യ പറയുമ്പോ ഫസ്റ്റ് വേർഡ് പാമ്പ് എന്നായിരിക്കും. അപ്പൊ എങ്ങനെ പറയും? the snake has ഇംഗ്ലീഷ് കിട്ടോ? മലയാളത്തിൽ പറയാം, നമുക്ക് അങ്ങനെ പറയാം. പാമ്പിനെ കൊന്നു. രാമൻ പാമ്പിനെ കൊന്നു, രാമൻ പാമ്പിനെ കൊന്നു, 3 വാക്കുണ്ട്. മേരി ദൃശ്യ ഇത് തന്നെ ഇരിക്കുന്ന സംഭവം, അർത്ഥം തിരിച്ചെന്നോട് പറയണം. പക്ഷെ ആദ്യത്തെ വാക്ക് പാമ്പിന് വെച്ച് കൊടുക്കണം. പാമ്പിനേതല്ല, പാമ്പ് വെച്ച് കൊടുക്കണം. പാമ്പിനെന്ന് തുടങ്ങാൻ പാടില്ല. പാമ്പ് ചന്ദ്രക്കല വേണം. പാമ്പ് ചത്തു രാമനാൽ. രാമനാൽ. അതൊന്നും കൂടി നമുക്കൊന്ന് ഭംഗിയാക്കി കഴിഞ്ഞാല് പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ? ചത്തപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. ഈ സംഗതി നമുക്ക് പറയാൻ പോകാം. യെസ്, അതാണ് നിങ്ങൾ വിളിക്കുന്നു എന്നല്ല നമ്മൾ പറയാൻ പോകാൻ, നിങ്ങളെ വിളിക്കുന്നു. യെസ്, ഈ സംഗതിയാണ്. ഇതിന്റെ അകത്താണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ് നമ്മൾ പഠിക്കുന്നത്? പാസീവ് വോയിസ്. യെസ്, അപ്പൊ നമ്മളിത് നോക്കുന്നത്, ഞാനിപ്പോ ആദ്യം പറഞ്ഞത് എന്താണ് സിമ്പിൾ പ്രസന്റ്, അതെങ്ങനെ മനസ്സിലാവും, എന്താണ് സിമ്പിൾ പാസ്റ്റ്, അതെങ്ങനെ മനസ്സിലാവും, എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ, അതെങ്ങനെ മനസ്സിലാവും. ആ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേറെ ടെൻസുകൾ ഉണ്ട്. തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ ഈ 3 ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാം. യെസ്, അപ്പൊ നമുക്കൊരു വാചകം പറയാം. ഞാനിവിടെ ഷീ ഈറ്റ്സ് മാംഗോ ഒരു വാചകം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഷീ ഈറ്റ്സ് മാംഗോ. ബിനീറ്റ, ബിനീറ്റ ബി. യെസ്, ബിനീറ്റ വരുമെന്ന് വിചാരിക്കാം. റംസീന. യെസ്, ഓക്കെ. റംസീന, ഞാൻ ഇവിടെ വാചകം പറഞ്ഞു, ഷീ ഈറ്റ്സ് മാംഗോ. കണ്ടില്ലേ? ഓക്കെ, ആ വാചകം നമ്മൾ ഇപ്പൊ പറഞ്ഞ 3 ടെൻസ് പറഞ്ഞില്ലേ? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതിൽ ഏതിന്റെ കീഴിൽ വരും? ഏത് ടെൻസ് ആയിട്ട് വരും പറയാം? കീപ്സ് മാംഗോ എന്നാണോ? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. എങ്ങനെ മനസ്സിലായത് സിമ്പിൾ പ്രസന്റ് ആണ്? റാംസിയുടെ ആൻസർ കറക്റ്റ് ആണ്. എങ്ങനെ പിടികിട്ടിയത്? റാംസിയുടെ അല്ല, നമ്മുടെ മറ്റേ സംഗതി വെച്ച് നോക്കണം. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ടെൻസ്. ആ സംഗതി വെച്ച് നോക്കേണ്ടത്. നോക്കിയേ, ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്ട്, പിന്നെ വെർബ് ഈറ്റ്, പ്രസന്റ് ടെൻസ് ഓഫ് വെർബ്. അതിന്റെ കൂടെ ഒരു എസ്, സിംഗുലർ ആയതുകൊണ്ട് എസ് ചേർത്തു.
ഷീ ഈറ്റ്സ്. അപ്പൊ അതെന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞ് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ആണ്. പിടികിട്ടില്ലേ? അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. യെസ്, അതുകൊണ്ടാണ് നമ്മൾ ഓരോ ടെൻസ്, ഓക്കെ റാംസിന വെരി ഗുഡ്, മ്യൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ടെൻസിന്റെയും സ്ട്രക്ചർ പറഞ്ഞത്. സബ്ജക്റ്റും പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാലും പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ. അല്ല, ഓരോന്നിന്റെ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു, അത് വെച്ച് നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ സബ്ജക്റ്റ് ഷീ കറക്റ്റ് ആണ്. പിന്നെ ഈറ്റ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ബാക്കിയൊന്നും നോക്കണ്ട, മാംഗോയോ ജ്യൂസോ എന്തുകൊണ്ടും ആയിക്കോട്ടെ, അതൊന്നും നോക്കണ്ട, സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ മതി. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്ത് ഷീ ഈറ്റ്സ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്, ഈറ്റ് പ്രസന്റ് ടെൻസ് ആണ്. ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഈറ്റ് ആണ്. ഈറ്റ്, ഈറ്റ്, എയ്റ്റ്, ഈറ്റ്, അവിടെ നിൽക്കട്ടെ. യെസ്, അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു സെന്റൻസ് നമുക്ക് കിട്ടി, ഷീ ഈറ്റ്സ് മാംഗോ, അവൾ മാങ്ങ തിന്നാറുണ്ട്. ഓക്കെ, അപ്പൊ ഷീ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. ഈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെർബാണ്, വെർബ്. നമ്മൾ അതിനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം, രണ്ട് ചോദ്യങ്ങൾ. ആ രണ്ട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് ആരെ, രണ്ട് എന്ത്. ഹും ഓർ വാട്ട്. മറക്കരുത്, വേറുള്ള എന്ത് ചോദ്യം ചോദിച്ചിട്ടും അതിന്റെ ആൻസർ അല്ല, ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ഹും ഓർ വാട്ട്, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുകയാണെങ്കിൽ ആ ഉത്തരത്തെ പറയുന്ന പേരാണ് ഓബ്ജക്റ്റ്. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഓബ്ജക്റ്റ് ഇല്ല. യെസ്, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഓബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഷീ ഈറ്റ്സ് മാംഗോ എന്ന് പറയുന്ന സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിലെ ഈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുകയാണ്, ആരെ തിന്നുന്നു? ഉത്തരവില്ല. എന്ത് തിന്നുന്നു? മാംഗോ. അപ്പൊ മാംഗോ എന്ന് പറയുന്ന വേർഡ് ഈ സെന്റൻസിൽ എന്താണ്? ഓബ്ജക്റ്റ് ആണ്. യെസ്, ഓബ്ജക്റ്റ് ആണ്. ആ ഓബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യം എഴുതും. അപ്പൊ എന്ത് ചെയ്യണം? ഓബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യം എഴുതും. യെസ്, ഓബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യം എഴുതും. ഓബ്ജക്റ്റ് എന്തായിരുന്നു? മാംഗോ, അത് ആദ്യം എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണം. ഒന്നുകിൽ ഈസ്, ഒന്നുകിൽ ആം, അല്ലെങ്കിൽ ആർ. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇവിടെ മാംഗോ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഉള്ളതിന്റെ പേരിൽ ഈസി എന്താ? നേരെ മറിച്ച് മാംഗോസ് എന്നായിരുന്നെങ്കിൽ അവിടെ എന്ത് ചേർക്കണം? ആറ് ചേർത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, അത് ഓർത്തിരിക്കുക. ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ, അല്ല ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണം. അപ്പൊ എന്ത് പറഞ്ഞു? മാംഗോ ഈസ്. ഇനി വേണ്ടത് ഈറ്റ് എന്ന് പറയുന്ന വെർബിന്റെ മൂന്നാമത്തെ ഫോം. മൂന്നാമത്തെ ഫോം എന്ന് പറഞ്ഞിട്ട് തന്നെ ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഈറ്റൻ എന്ന് ചേർക്കണം. ഈറ്റൻ, ഈറ്റൻ. യെസ്, ഇത്രയും എഴുതിയാൽ മതി. ഇനിയും നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ഇവിടെ ഷീ എന്നാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഹെർ എന്ന് മാറ്റണം. ഹി എന്നാണെങ്കിൽ ഹിം എന്ന് മാറ്റണം. ദേ എന്നാണെങ്കിൽ ദം എന്ന് മാറ്റണം. വി എന്നാണെങ്കിൽ അസ് എന്ന് മാറ്റണം. ഐ എന്നാണെങ്കിൽ മീ എന്ന് മാറ്റണം. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇപ്പം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ എന്ന് മാറ്റണം. അപ്പൊ ഇവിടെ ഷീ ആയതുകൊണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോ ഹെയർ എന്ന് മാറ്റുക. അപ്പൊ ഈറ്റന്റെ അപ്പുറത്ത് ഹെയറിനും കൂടി എഴുതുക. തൊട്ട് മുന്നില് ആ ഹെയറിന് മുന്നില് ബി വൈ ബൈ എന്നുകൂടി ചേർക്കുക. അപ്പൊ ഇപ്പൊ എന്തായി? മാംഗോ ഈസ് ഈറ്റൻ ബൈ ഹെർ. അങ്ങനെയായി. അപ്പൊ നോക്കിയേ, ആദ്യത്തെ വാചകം ഷീ ഈറ്റ്സ് മാംഗോ, അവൾ മാങ്ങ തിന്നാറുണ്ട് എന്നുള്ളത് മാംഗോ ഈസ് ഈറ്റൻ ബൈ ഹെർ എന്ന് പറയുമ്പോ മാങ്ങ അവളെ തിന്നപ്പെടാറുണ്ട്. ഇങ്ങനെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറഞ്ഞതൊന്ന് ചുരുക്കി പറയാം. ഒരു വാചകത്തെ പാസീവ് വോയിസിലോട്ട് മാറ്റുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നോക്കണം അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് ആദ്യം നോക്കണം. യെസ്, അങ്ങനെ
ഏത് ടെൻസിലാണ് എഴുതിയേക്കുന്നത് ആദ്യം നോക്കി കഴിഞ്ഞതിന് ശേഷം അപ്പൊ നമുക്ക് ടെൻസ് മനസ്സിലായി. സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന് വേറെ നിയമമുണ്ട്, സിമ്പിൾ ഫ്യൂച്ചറിന് വേറെ നിയമമുണ്ട്. അതേപോലെ ടെൻസ് നോക്കണം ആദ്യം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് വാചകമെങ്കിൽ അപ്പൊ അത് നമുക്ക് പിടികിട്ടി. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. യെസ്, ഓബ്ജക്റ്റ് നോക്കി അത് കണ്ടുപിടിക്കുക. അപ്പൊ പിന്നെ അപ്പൊ ഒരു ഡൗട്ട് തോന്നും, ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞു ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ള ഉത്തരമാണ് ഓബ്ജക്റ്റ്. യെസ്, അപ്പൊ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടി, അതിന് ഓബ്ജക്റ്റ് കിട്ടി. ആ ഓബ്ജക്റ്റ് ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഹിമ്മാക്കുന്നു, ഷീ ആണെങ്കിൽ ഹെയർ ആക്കുന്നു, ദേ ആണെങ്കിൽ ദമ്മാക്കുന്നു, ഐ ആണെങ്കിൽ മീ ആക്കുന്നു, വി ആണെങ്കിൽ അസാക്കുന്നു. അതിന് തൊട്ട് മുന്നിൽ ഒരു ബി വൈ ബൈ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതിന്റെ പാസീവ് വോയിസ് വരുന്നത്. ഓക്കെ, അപ്പോ ഒരു ഹെഡിങ് എഴുതുക, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ് എഴുതുക. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്, PASSIVE, passive, VOICE, voice of simple present. ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. യെസ്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. യെസ്, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സെന്റൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാം? ഒരു അണ്ടർലൈൻ ചെയ്യും. അതിന്റെ അടിയിൽ എഴുതും ഓബ്ജക്റ്റ് പ്ലസ് OBJECT, ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ് ആർ. ഒബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പ്ലസ് വി. വി എന്നുള്ളത് വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി. ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വിയുടെ ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ലിലി തോമസ് പിടികിട്ടിയോ ഈ സംഭവം? യെസ് സർ. സിമ്പിൾ അല്ലേ? ആർക്കും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചു കേട്ടോ. യെസ്, ഇനി സൈഡിൽ മാറ്റി അവിടെ നിന്ന് എഴുതിയിട്ടു HE, ഹി ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹിം ആക്കണം. ഹി ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹിം. ഷീ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹെർ. ദേ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ദം. വി ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അസ്. ഐ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മീ, MEE. അതൊന്ന് സൈഡിൽ മാറ്റി. ഇത് എല്ലാത്തിനും പൊതുവായിട്ടുള്ള നിയമമാണ്. യെസ്, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിലെ ഓബ്ജക്റ്റ് ആദ്യം എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം, പിന്നെ വെർബ് എഴുതണം, വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതണം. യെസ്, അപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഷീ ഈറ്റ്സ് മാംഗോ. അത് നമുക്ക് പിടികിട്ടി. ഞാൻ വേറെ രണ്ട് ചോദ്യങ്ങൾ പറയാം, നിങ്ങൾ അത് എഴുതിക്കും. He drinks, DRINKS, drinks tea, 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 ചായ. രണ്ടാമത്തെ ചോദ്യം, they build, BUILD, build a new house. They build a new house. Okay. സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക, അത് ആദ്യം എഴുതുക. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുക, വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുക.
ആ എനിക്ക് ഹൈബ്രീസ ഞാൻ ചോദിച്ചോളാം. ഓക്കെ 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 കഴിയുമ്പോ പറഞ്ഞാൽ മതി. സെറ്റ്. ഹൈബ്രീസ കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. റാസ്മിന കഴിഞ്ഞു. മേരി ദിശ കഴിഞ്ഞു. ഓക്കെ 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 യെസ്. അപ്പൊ ആദ്യം കഴിഞ്ഞത് ഹൈബ്രീസ ആയതുകൊണ്ട് ഹൈബ്രീസോട് നമുക്ക് ചോദിക്കാം. ഹൈബ്രീസ ആദ്യത്തെ വായിച്ചു. He drinks tea. Tea is drunk by him. They build a new house. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഹൈബ്രീസ ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ നോക്കി എഴുതി എത്താത്തവരെ ഉദ്ദേശിച്ച് പറയണേ. യെസ് ഓക്കെ. അതായത് ഹി ഡ്രിങ്ക്സ് ടീ, അവൻ ചായ കുടിക്കാറുണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് വാചകം ഒന്ന് മനസ്സിലായി. എന്ത് കുടിക്കുന്നു? ചായ. അപ്പൊ ചായയുടെ ഒബ്ജക്റ്റ് ടീ ആദ്യം വരും. ചായകൾ എന്നല്ല ചായ അല്ലേ, അപ്പൊ ഈസ് വരും. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി, ഈസ് കിട്ടി. പിന്നെ ഈ ഡ്രിങ്ക് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ആണ്. DRANK ഡ്രാങ്ക് അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ DRUNK DRUNK. യെസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ടി ഈസ് ഡ്രങ്ക് DRUNK. പിന്നെ ഹി എന്നുള്ളത് ഇങ്ങോട്ട് മാറ്റിയപ്പോ എന്താക്കി? ഹിം ആക്കി. എന്നിട്ട് മുന്നിൽ എന്ത് ചൂണ്ടിച്ചേർത്തു? ബൈ കൂടി ചേർത്തു. അപ്പൊ ടി ഈസ് ഡ്രങ്ക് ബൈ ഹിം. ഓക്കെ. ഇനി അടുത്ത വായിക്കും. റാസ്മിന വായിച്ചു. രണ്ടാമത്തെ വായിച്ചു. Okay, sir. New house is built by them. Builded എന്ന് പറയുക. ബിൽഡിന്റെ V3 ബിൽഡിങ്ങില് വരാ. ബിൽഡഡ് വരും. അപ്പോ എന്ത് പറ്റുന്ന വെച്ചാല് റാസ്മിന് ചിലപ്പോ ഇതിനകത്ത് തന്നിരിക്കുന്ന വാചകത്തിൽ ഒരു ബാക്കി ബാലൻസ് ഒരു വാക്ക് എടുക്കാണ്ട് പോയി. ആ എ എടുത്തില്ല. എ ന്യൂ ഹൗസ്. ഓക്കെ. അതാണ് ശ്രദ്ധിക്കുന്നത്. ആ എ അല്ലെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന വാചകത്തിലെ എല്ലാ വാക്കും എങ്ങോട്ട് വരണം? യെസ്. അപ്പൊ നോക്കിയേ, ദേ ബിൽഡ് എ ന്യൂ ഹൗസ്. അവര് ഒരു പുതിയ വീടുണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നു? ഒരു പുതിയ വീട്. അപ്പൊ എ ന്യൂ ഹൗസ് എന്നുള്ളതാണ് അതിനകത്ത് ഓബ്ജക്റ്റ്. എന്ത്? എ ന്യൂ ഹൗസ്. അപ്പൊ അത് ആദ്യം വേണ്ടി എ ന്യൂ ഹൗസ്. എ ഹൗസസ് എന്നല്ല പറഞ്ഞേക്കണേ, ഹൗസ് ആണ്. അപ്പൊ ഒരെണ്ണുള്ളൂ. അപ്പൊ ഈസ് മതി. എ ന്യൂ ഹൗസ് ഈസ്. ഈ നമുക്ക് വേണ്ടത് BUILD ബിൽഡ് എന്ന് പറഞ്ഞ വീടിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ബിൽഡ് പ്രസന്റ് ആണ്. അതിന്റെ ബിൽറ്റ് ആണ്. BUILT. ബി എന്നുള്ളത് മാറ്റിയിട്ട് ടി എന്നാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ അതും അത് തന്നെയാണ്. BUILT ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്താ എഴുതാം? എ ന്യൂ ഹൗസ് ഈസ് built by them. A new house is built by them. Okay. രണ്ട് ശരിയായ എത്ര പേരുണ്ട്? യെസ്. അപ്പൊ ലീലയുടെ ശരിയാണ്, മേരി ദിശയുടെ ശരിയാണ്, ഹൈറുന്നീസിന്റെ രണ്ട് ശരിയാണ്. ഓക്കെ ഓക്കെ. ആര്യ വിനുവിന്റെ രണ്ട് ശരിയാണ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. തെറ്റിയവര് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ എവിടെയാണ് തെറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം, നമുക്കത് കറക്റ്റ് ചെയ്യാം. ബിൽഡിന്റെ V3 ഫോം ബിൽഡ് അവിടെ തെറ്റി. എ വിട്ടു അല്ലേ? ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സാർ എനിക്ക് ഒബ്ജക്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തരാമോ സർ? ഒബ്ജക്റ്റ് എന്താണല്ലേ? ഒബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. ഈ രണ്ട് ചോദ്യങ്ങളെ ചോദിക്കാം. ആരെ അല്ലെങ്കിൽ എന്ത്. ഈ അതല്ലാതെയുള്ള ചോദിക്കാൻ പാടില്ല. സംഗീതയുടെ നാട് എവിടെയാണ്? തൃശ്ശൂരല്ലേ? മുളന്തുരുത്തി, എറണാകുളം. മുളന്തുരുത്തി. എറണാകുളം. അപ്പൊ നമുക്ക് മുളന്തുരുത്തി എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ എറണാകുളം എന്ന് വെക്കുന്നത്. കാരണം അപ്പൊ അതൊന്നും കൂടി ഒന്ന് മാറ്റി കൊച്ചി എന്നാക്കി. നോക്ക്, കൊച്ചി. സംഗീത ഇതേ വാചകം, അതായത് they build a new house in കൊച്ചി. അങ്ങനെയാണ് വാചകം ഒന്നിരിക്കും. ഇൻ
They build കൊച്ചി. they A new house they in build കൊച്ചി. a new house അതിന്റെ കൊച്ചി. അത് തന്നെ സെൻസ് അതിന്റെ ലാസ്റ്റ് ഇൻ കൊച്ചി എന്നും കൂടി ഉണ്ട്. ആ അപ്പൊ സംഗീത ഇതിന്റെ പാസേജ് എന്ന് പറഞ്ഞു. അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയണത് നമ്മള് ഹൗസ് ആണല്ലോ, ഹൗസ് അല്ലേ പണിയണത് അവിടെ, അല്ലേ സർ? അതൊക്കെ സംഗീതക്ക് വിട്ടു തന്നിട്ട് സംഗീതം ഇത്ര കൂടെ കിട്ടിയിട്ട് വേണം നീക്കി അവൻ പിടിച്ചിരിക്കാൻ. അയ്യോ. ഓരോരുത്തരും മനസ്സിലാച്ചോട്ടെ. ആ എ ന്യൂ ഹൗസ് ബിൽഡ് ബിൽഡ് ബൈ കൊച്ചി, അങ്ങനെയാണോ സർ? കൊച്ചി. അപ്പൊ ദേ എന്നുള്ളത് പറഞ്ഞില്ലല്ലോ. ഓ ശരിയാണല്ലോ, ദേ വന്നില്ലല്ലോ. നീ പറഞ്ഞില്ലല്ലോ ദേയുടെ സംഭവം കേറിയില്ലല്ലോ. ആ എ അപ്പൊ സംഗീതം ഇപ്പൊ പറയുന്ന സാർ ഇപ്പൊ ശരിയാക്കിയത്. ഇപ്പൊ ശരിയായിട്ട് അതെ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ശരിയാക്കോട്ടെ, ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞാൽ എ ന്യൂ ഹൗസ് ബൈ കൊച്ചി, അല്ല ബിൽഡ് ബൈ ദം ഇൻ കൊച്ചി, അങ്ങനെയാണോ സർ? സംഗീത കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ ബൈ മുതലുള്ളത് പരീക്ഷക്ക് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ നിന്ന് എഴുതിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാനത് ഇങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം ഒമിറ്റ് ദ ഏജന്റ് എന്ന് പറയുന്നത് ബൈ തുടങ്ങിയുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. യെസ്, ഒമിറ്റ് ദ ഏജന്റ്. അതിന്റെ കാര്യം ഞാൻ പറയാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇതൊന്നും ശരിയാക്കാം. നോക്കിയേ, ബിൽഡ് അവർ നിർമ്മിക്കുന്നു എ ന്യൂ ഹൗസ് ഇൻ കൊച്ചി, കൊച്ചിയിൽ അവർ പുതിയ വീട് നിർമ്മിക്കുന്നു. അപ്പൊ ഇതിന്റെ ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എന്ത് നിർമ്മിക്കുന്നു? ഒരു പുതിയ വീട്. അപ്പൊ എ ന്യൂ ഹൗസ് ആണ്. കൊച്ചി അതിൻ്റെ അകത്ത് വരില്ല. കൊച്ചി അതിൻ്റെ അകത്ത് വരണമെങ്കിൽ എവിടെ നിർമ്മിക്കുന്നു എന്ന് ചോദിക്കണം. എവിടെ എന്നുള്ള ആൻസർ ചോദിക്കുമ്പോഴേ എന്ത് വരുള്ളൂ? കൊച്ചി എന്നുള്ള ആൻസർ വരുള്ളൂ. അത് ഓബ്ജക്റ്റ് അല്ല. മറക്കരുത്, ആര് അല്ലെങ്കിൽ എന്ത്, ഈ രണ്ട് ചോദ്യങ്ങളെ ചോദിക്കാവൂ. എവിടെയെന്നോ എപ്പോഴെന്നോ എങ്ങനെയെന്നോ ചോദിക്കുമ്പോൾ ലഭിക്കുന്നതിന്റെ ആൻസർ ഓബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കരുത്. 2 questions എഴുതി വെച്ചോ. ആരെ അല്ലെങ്കിൽ എന്ത്, whom or what. അപ്പൊ എ ന്യൂ ഹൗസ് ആണ് നമുക്ക് ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് നമ്മൾ എഴുതി എ ന്യൂ ഹൗസ്. ഇനി നമുക്ക് ഓബ്ജക്റ്റ് കിട്ടി കഴിഞ്ഞാല് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആണ്. അപ്പൊ നമ്മൾ എന്തെടുത്തു? ഈസ് എടുത്തു. വീടല്ലേ ഉള്ളൂ, ഈസ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? വെർബിന്റെ മൂന്നാമത്തെ വെരി ഗുഡ് ഹാരിസ. അതെന്താണ്? ബിൽഡ്. യെസ്. അപ്പൊ എന്ത് വരും? എ ന്യൂ ഹൗസ് ഈസ് ബിൽഡ്. അച്ഛൻ വരെ കറക്റ്റ് ആയില്ലേ? പിന്നെ ആ ദേ എന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ പൂർത്തിയാക്കി തരുമ്പോൾ ബാലൻസ് അതിനകത്ത് എന്തൊക്കെയുണ്ട് നോക്കാം. അതൊക്കെ പിന്നെ എഴുതി ചേർക്കണം. അപ്പൊ അത് പിന്നെ അതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ളതാണ് ഇൻ കൊച്ചി, അത് കൂടി ചേർക്കണം. അപ്പൊ എ ന്യൂ ഹൗസ് ഈസ് ബിൽഡ് ഇൻ കൊച്ചി. ഇത്രയും വരെ മതി. കറക്റ്റേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് നിന്ന് കൂടി ചേർക്കാം, ബൈ ദം ചേർക്കാം. കാരണം ഈ ആക്റ്റീവ് വോയിസ് സാധാരണ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോ ഹി ബ്രിങ്സ് ഇറ്റ് എന്ന് പറഞ്ഞു, അത് ആക്റ്റീവ് വോയിസ് ആണ്. നമ്മളതിന് പാസീവ് വോയിസ് ആയിട്ട്. ആക്റ്റീവ് വോയിസിൽ എപ്പോഴും ചെയ്യുന്ന ആൾക്കാണ് പ്രാധാന്യം. പാസീവ് വോയിസിൽ ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യമില്ല, ചെയ്ത പ്രവർത്തിക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈ തുടങ്ങിയുള്ള രീതിയിലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം. പാസീവ് വോയിസിൽ ചെയ്ത ആൾക്കല്ല, ചെയ്ത പ്രവർത്തിക്കാണ് പ്രാധാന്യം. ഓക്കെ, ഇപ്പൊ അത് പിടികിട്ടിയല്ലോ. യെസ്. അപ്പൊ ഞാൻ അടുത്തിലോട്ട് പോവുകയാണ്. നാളെ കാണിച്ച് ഇങ്ങനെ പറയുന്ന പോലെ ആ ബിൽഡിംഗ് ചെയ്തത് അവരാണെന്നൊന്ന് പറയുന്ന പോലെ അല്ലെ, അതിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പോലെ ആ ചെയ്ത പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കും. ചെയ്ത പ്രവൃത്തി കൊടുക്കും. രാമൻ പാമ്പിനെ കൊന്നു. അപ്പൊ രാമനാണ് വെയിറ്റ്. രാമൻ പാമ്പിനെ കൊന്നു. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. രാമനാൽ എന്നുള്ളതല്ല, പാമ്പ് കൊല്ലപ്പെട്ടു. ആക്ഷൻ ഇല്ല, അതിനാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇപ്പൊ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്
drank milk. Okay, Minnu എന്ന് പറയണേ. Minnu? Yes. No? Minnu, yes. Okay, very good. Vinisha? Sir? Okay, ഇവിടെ ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്. They drank milk. നമ്മൾ പഠിച്ചിട്ടുള്ള ആ 3 ടെൻസുകളിൽ ഏത് ടെൻസിൽ ഇത് വരും? Past, simple past. Simple past. Very good. എങ്ങനെ മനസ്സിലായി simple past ആണ്? Drank വന്നു. Very good. They drank Yes. the milk. Very good. Okay, അപ്പൊ ബിനീഷക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ്. യെസ്, സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ബിനീഷക്ക് എങ്ങനെ പിടികിട്ടി? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്ന് നമ്മൾ ആ സ്ട്രക്ചറിൽ എഴുതി വെച്ചത്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞപ്പോ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്. അത് ഇവിടെ വെച്ച് നോക്കി. സബ്ജക്റ്റ് കറക്റ്റ് ആണ്. ഡ്രിങ്ക് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? DRANK. കറക്റ്റ് ആണ്. ബാക്കി മിൽക്ക് ഒന്നും നോക്കണ്ട, അത്രയും വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടെൻസ് അറിയാൻ പറ്റും. സിമ്പിൾ പാസ്റ്റ്. അപ്പൊ നമ്മളിവിടെ ഇന്ന് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഓബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ സിമ്പിൾ പ്രസന്റിന്റെ ആ നിയമം കൊണ്ടൊന്ന് സിമ്പിൾ പാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം എന്താണ്? അത് ഡിഫറെന്റ്. സിമ്പിൾ പാസ്റ്റിന് വേറെ നിയമമാണ്. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം എന്നുള്ളത് ശരിയാണ്. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറല്ല ചേർത്തത്, അത് ചേർക്കരുത്. അതിന് പകരം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേർ. വാസ് അല്ലെങ്കിൽ വേർ. ശ്രദ്ധിക്കേണ്ട, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഈസാമാർ ചേർക്കരുത്. എന്ത് ചേർക്കണം? വാസ് അല്ലെങ്കിൽ വേർ. വാസ് അല്ലെങ്കിൽ വേർ ചേർക്കുക. പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുക. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നേരത്തെ പഠിച്ചതിനൊക്കെ തന്നെ. ഹിമാവെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ സെയിം തന്നെ. അപ്പൊ നമുക്ക് നോക്കാം. They drank milk. സനീഷ, ഇതിന്റെ ഓബ്ജക്റ്റ് ഏതാണ്? മിൽക്ക്. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ഇനി വാസ് അല്ലെങ്കിൽ വേറെ. വാസ് വരൂ, വേറെ വരൂ? വാസ്. വെരി ഗുഡ്. ഇനി ഡ്രാങ്ക് എന്നുള്ള അതിന്റെ അടുത്ത ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ്? ഡ്രങ്ക്. DRUNK. ഡ്രങ്ക്. കറക്റ്റ്. ദേ എന്നുള്ളത് എന്താക്കണം? അതിന്റെ തൊട്ട് മുന്നിൽ എന്ത് ചേർക്കണം? ബൈ ചേർക്കണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്ത് വരും? മിൽക്ക് വാസ് ഡ്രങ്ക് ബൈ ദം. ആൻസർ. യെസ്. അപ്പൊ ഹെഡിങ് എഴുതിക്കും. രണ്ടാമത്തെ ഹെഡിങ് പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ എഴുതി വെച്ചോ. ഒബ്ജക്റ്റ് പ്ലസ് OBJECT. ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ. വാസ് ഒരു സ്ലാഷ് വേർ, WR വേർ. വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് വെർബ്. ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഒന്നുകൂടി പറയാം. ഓബ്ജക്റ്റ് ആദ്യം, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്ത് അറിയേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് അറിയാം. ടെൻസ് അറിഞ്ഞാൽ നമുക്ക് ഈ സാധനം ശരിയാക്കാൻ പറ്റും. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ സാധനം. അപ്പൊ അന്ന് ചിലപ്പോ പഠിപ്പിച്ച ടീച്ചറിനെ നമുക്ക് കുറ്റം പറയാനല്ല. ടീച്ചർ ഇവിടെ ഇത് വരുമ്പോൾ വാസ് ചേർത്തോ, ഇത് വരുമ്പോൾ ഇവിടെ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ വന്നു ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അപ്പൊ കുട്ടി ചോദിക്കും എന്തുകൊണ്ട് അവിടെ വാസ് വന്നിട്ട് ഈസ് വരുന്നത്. അപ്പൊ നമ്മൾ പറയണം അത് ഇന്ന ടെൻസാണ്.
ആ ടെൻസിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇതാണ് അതിന്റെ നിയമം. അപ്പൊ നമ്മളത് കാര്യം ശ്രീധരന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ആരംഭിച്ചപ്പോ ഇതിലെ കുറച്ച് നമുക്ക് ചെയ്യാം. നമ്മളിവിടെ ആരംഭിച്ചപ്പോ സംഗീത പറഞ്ഞത് സംഗീതയുടെ ഭർത്താവ് അത് ആരോടെ ഞാൻ ചോദിച്ചു, സനീഷോടെ ചോദിച്ചു. സനീഷോടെ ചോദിച്ചു. സനീഷോട് ചോദിച്ചു, കോളിംഗ് ബെൽ അടിക്കുന്നു, സനീഷ വരുന്നു, ഒരാൾ വന്ന് വിളിക്കുന്നു, ഭർത്താവിനെ നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നെ ഇപ്പൊ എങ്ങനെ പറയാം? നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? സനീഷ പോയാ? പോയിട്ടില്ല. യെസ്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അല്ലേ? യെസ്, ഓക്കെ സനീഷ, അത് നമുക്ക് എങ്ങനെ പറയാം? യു ആർ കോൾ, നിങ്ങളെ വിളിക്കുന്നു. അപ്പൊ സമ്പടി സമ്മണൊക്കെ ഒഴിവാക്കി. യു ആർ കോൾഡ്, യു ആർ കോൾഡ്. നിങ്ങൾ ക്ലാസ്സിലിരിക്കുകയാണ് കോളേജിൽ, പിയൂണ് ഒരു കത്തായിട്ട് വരുന്നു. അപ്പോ ആ കത്ത് ക്ലാസ്സിലേക്ക് ടീച്ചർ കൊടുക്കുന്നു. ടീച്ചർ ആ കത്ത് വായിച്ചിട്ട് ചോദിച്ചു പറയുന്നു, മേരി ദൃശ്യ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് ടീച്ചർ പറയുന്നു, പ്രിൻസിപ്പൽ നിങ്ങളെ വിളിക്കുന്നു. യു ആർ കോൾഡ്. അത് പ്രിൻസിപ്പൽ വിളിക്കുന്നത് കറക്റ്റായിട്ട് അറിയാവുന്നത് കൊണ്ട് ബൈ പ്രിൻസിപ്പൽ എന്ന് പറയാം. സനീഷക്ക് നേരത്തെ വന്ന കൂട്ടുകാരൻ ആരാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ ചേർത്തില്ല. അപ്പൊ മേരി ദൃശ്യനോട് ടീച്ചർ പറയും, മേരി ദൃശ്യ യു ആർ കോൾഡ് ബൈ പ്രിൻസിപ്പൽ. നിങ്ങൾ ആരെ വിളിക്കുന്നു? പ്രിൻസിപ്പൽ വിളിക്കുന്നു. യെസ്, ഓക്കെ, അതെ, യു ആർ കോൾഡ് ബൈ പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പൊ ഭർത്താവിനോട് നമ്മളത് പറയും, യു ആർ കോൾഡ്, ആരോ വിളിക്കുന്നുണ്ട് ചെയ്ത് ബൈ സംബടിയിലോ ഒന്നുമില്ല, യു ആർ കോൾഡ്. യെസ്, സംബടി ഈസ് കോളിംഗ് യു എന്നുള്ളത് ശരിയല്ല. അപ്പൊ നമ്മളോട് ആരോ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. യെസ്, അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞതിന്റെ ഉത്തരത്തിലേക്ക് വരാം. അല്ല, ഇപ്പൊ പറഞ്ഞതിന്റെ വേറെ ഒന്നും ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, അടുത്ത ക്ലാസ് മുതൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നാൾ നമ്മൾ അറിവിന് വേണ്ടി പഠിച്ചു, ഇനി നമുക്ക് കുറച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. അപ്പോ നിങ്ങളെ ക്ലാസ്സുകൾ മിസ്സാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണകരമാകും എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സൗകര്യമായിട്ട് കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഇങ്ങോട്ട് കയറി വന്നു. ഞാനിത് 2 ദിവസം കൊണ്ട് എടുക്കൊള്ളായിരുന്നു, കുറച്ചും കൂടി കയറി വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് പോവാം. പഴയത് പഠിച്ചതൊക്കെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിവൈൻഡ് ചെയ്ത് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, she used laptop. She used laptop. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, we ordered, ORDERED, ordered a cup of wine. A cup of wine, WINE. Yes, very good. രണ്ട് വാചകങ്ങളുണ്ട്. She used a laptop. We ordered a cup of wine. ഹാരൂൺ മിശ്ര കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. മേരി ദൃശ്യ കഴിഞ്ഞിട്ടുണ്ട്. അല്ലിനി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. അസ്മ നേരത്തെ വായിച്ചാണല്ലേ, അപ്പൊ നമുക്ക് വായിക്കാത്ത ഒരാളെ വിളിക്കാല്ല. ജിനു ജോസ് വായിച്ചോ? വെരി ഗുഡ്. യെസ്, എന്നാ പിന്നെ ആരെന്ന്
കഴിഞ്ഞതിൽ വന്നേക്കാൻ പുതിയ ജിനി ജോസേ വായിക്കേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. യെസ്. Your are got. അല്ല, ചോദ്യം വായിക്കാതെ. Your are got. ഷീ യൂസ്ഡ് ലാപ്ടോപ്പ് എന്നല്ലേ? Sorry sir. അത് ആദ്യ ഇവിടെ ഒന്നും ഇല്ലേ? വേറെ പഠിക്കുന്ന ഓക്കെ ഓക്കെ ഓക്കെ. അവൻ ലാപ്ടോപ്പ് ഉപയോഗിച്ചു. നമുക്ക് ആദ്യം വേണ്ട ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 ചോദ്യങ്ങളുണ്ടോ? ജിനു പഠിപ്പിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാന്ന് ചോദിച്ചു. ഞാൻ പറയും മക്കളെ, നമ്മളിപ്പോ സിമ്പിൾ ഫസ്റ്റ് ആണ് വാചകം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ടീച്ചർ 2 ചോദ്യങ്ങൾ പറയാം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓബ്ജക്റ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സർഗവാസനയൊക്കെ ഉള്ളരട്ടെ. ലാപ്ടോപ്പ്. ലാപ്ടോപ്പ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ലാപ്ടോപ്പ്. അപ്പൊ ഓബ്ജക്റ്റ് കിട്ടി. ലാപ്ടോപ്പ് വാസ്. കറക്റ്റ്. വെരി ഗുഡ്. ഇനി എന്ത് വേണം? യൂസ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വേണം. എന്താണത്? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേറെ വീട് പഠിക്കുമ്പോൾ 3 ടെൻസും കൂടി പഠിച്ചു നോക്കും. അത് നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. വാക്കുമാത്രം പഠിച്ചു നോക്കും. അത് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു അപാകത മനസ്സിലാക്കുന്നത്. അന്ന് പഠിച്ചപ്പോൾ 3 ടെൻസും കൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പൊതുവായിട്ടുള്ളത് നമുക്കറിയാൻ പറ്റും. ഗോ, വെന്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൻ, കട്ട്, 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 പുട്ട്, പുട്ട്, പുട്ട്. ഇനി ഈ യൂസ്ഡ് എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? അതും യൂസ്ഡ് തന്നെയാണ്. യൂസ്ഡ് തന്നെയാണ്. യെസ്. ലാപ്ടോപ്പ് വാസ് യൂസ്ഡ് ബൈ ഹെർ. ബൈ അല്ലെ? ഷീ എന്നുള്ളത് ഹെയർ ആയി. അപ്പൊ ബൈ ഹെർ. കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയുള്ള കേസ്. ലാപ്ടോപ്പ് വാസ് യൂസ്ഡ് ബൈ ഹെർ. അപ്പൊ ജിനു, എനിക്കൊരു സംശയം, എന്റെ ഒരു അറിവില്ലായ്മയാണ്. യൂസ് പ്രസന്റ് ടെൻസ് ആണ്. USED യൂസ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും USED യൂസ്ഡ് തന്നെയാണ്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഇതാണ്. ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്ന വാചകമില്ലേ, ഷീ യൂസ്ഡ് ലാപ്ടോപ്പില് ആ യൂസ്ഡ് എന്ന് പറഞ്ഞ വേർഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണമെങ്കിൽ ആയിക്കൂടെ? പാസ്റ്റ് ടെൻസ് തന്നെ ആവണമെന്നില്ല, പാസ്റ്റ് പാർട്ടിസിപ്പിളും ആയിക്കൂടെ? സാറായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനായിട്ട് തന്നെ ഇതിൽ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിനു സംഭവിച്ചു. ജിനു അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല, അത് പാസ്റ്റ് ടെൻസ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയാമോ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ആ യൂസിലെങ്കിൽ അതിന്റെ തൊട്ടരികത്ത് ഒന്നുകിൽ ഹാസ്, അല്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ഹാഡ്. ഈ സാധനത്തിന് ഏതെങ്കിലും ഒരു കയറി വരാം. ഒന്നുകിൽ ഹാസ്, അല്ലെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ഹാഡ്. ഈ ഒരു വേർഡും കൂടി അവിടെ കയറി വരും അതിന് തൊട്ട് മുമ്പിൽ. അത് വരാതെ വന്നത് കൊണ്ട് നമുക്കത് പറയാം അത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. യെസ്. അപ്പൊ അത് ഓർമ്മയുണ്ടല്ലോ, ഇനി മറക്കൂലല്ലോ. യെസ്. അപ്പൊ യൂസ്ഡ് പാസ്റ്റ് ടെൻസ് ആണ്. യൂസ്ഡ് തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉറപ്പിക്കാൻ കാരണം ഈ യൂസ്ഡിന്റെ അരികത്ത് ഹാസ് ഇല്ല, ഹാവ് ഇല്ല, ഹാഡ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അത് പാസ്റ്റ് ടെൻസ്. അതല്ല എങ്കിൽ വേറെ ടെൻസ് ആയിരിക്കും. ഓക്കെ. ഇനി ആരാണ്? ആര്യ വിനു. രണ്ടാമത്തെ ചോദ്യം. We ordered a cup of wine. Yes. A cup of wine was ordered by us. Very good. Correct. A cup of wine was ordered by us. Okay. അപ്പൊ നമ്മൾ 3 ടെൻസിന്റെ സ്ട്രക്ചർ പഠിച്ചു. അതില് 2 ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ. സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വേണ്ട ചോദിക്കുക. യെസ്. അപ്പോ സമയമായതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കോൺവെക്കേഷൻ വരുമ്പോ കാണാം. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും മനഃപൂർവ്വമല്ല. എനിക്ക് ആരുടെ നിങ്ങളുടെ ഫേസ് അറിയില്ല. അപ്പൊ അറിയാമായിരുന്നെങ്കിൽ ഞാൻ വരൂലേ. MT40 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പക്വതയുള്ള ചങ്കായ ആളുകളല്ലേ, ഞാൻ വരാതിരിക്കുമോ? യെസ്. ഓക്കെ 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 ഓക്കെ.
So we will meet in the next class. Okay. Thank you. Thank you, sir. Thank you. Okay. Thank you, sir. Okay.